തരൂരിന് എന്താ ഇത്ര ഡിമാൻഡ്? ഈ ചോദ്യം ചോദിക്കുന്ന കുറച്ചു പേരെങ്കിലും കാണും. അവർക്കുള്ള മറുപടിയാണ് ഇന്ന് സംഭവിക്കുന്ന രാഷ്ട്രീയ കോളിളക്കങ്ങൾ. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ ഇറക്കി പിണറായിയെ പൂട്ടാൻ കോൺഗ്രസ് പ്ലാൻ ചെയ്തപ്പോ കോൺഗ്രസിന്റെ ആണിക്കല്ല് തന്നെ ഇളക്കാൻ പിണറായി പ്ലാൻ ബി ആണ് പുറത്തെടുത്തത്. തരൂരിനെ സ്വന്തമാക്കാൻ മമതയും ശരത് പവാറും ഡൽഹിയിൽ വല വിരിക്കുമ്പോ കേരളത്തിൽ കളി അങ്ങോട്ട് മാറുകയാണ്. തരൂർ ശരിക്കും കോൺഗ്രസ് വിടുകയാണോ, അതോ പിണറായിയുടെ ദൂതൻ കൊടുത്ത ആ വാഗ്ദാനത്തിൽ കോൺഗ്രസ് കോട്ടകൾ തകരാനായി പോവുകയാണോ? ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന തരൂർ പിണറായി പ്ലാറ്റിനം പ്ലാൻ, അതിന്റെ അണിയറ കഥകൾ ഓരോന്നായി പരിശോധിക്കാം. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് വെറുമൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടമല്ല, ഇതൊരു വമ്പൻ പൊളിറ്റിക്കൽ ചെസ് ഗെയിമാണ്. അങ്ങ് ദുബായിലെ ആഡംബര ഹോട്ടലിൽ വെച്ചും നടന്ന ആ രഹസ്യ കൂടിക്കാഴ്ച കേരളത്തിന്റെ ഭരണ തുടർച്ചയെ പോലും മാറ്റിമറിക്കാൻ പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസിന്റെ വിശ്വസ്തനായിരുന്ന ശശി തരൂർ ഇന്ന് രാഹുൽ ഗാന്ധിയെയും KPCCയെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതൊരു വെറും രാഷ്ട്രീയ പിണക്കമല്ല. ഇതിന് പിന്നിൽ പിണറായി വിജയൻ എന്ന തന്ത്രശാലിയായ ഭരണാധികാരി കൃത്യമായി എറിഞ്ഞ ദുബായ് ഓപ്പറേഷൻ എന്ന കരുനീക്കമുണ്ട്. ശശി തരൂർ എന്നത് വെറും ഒരു പേരല്ല, അതൊരു ബ്രാൻഡാണ്. അറിയാമല്ലോ, തിരുവനന്തപുരം എന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരിയെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ വ്യക്തി, ഐക്യരാഷ്ട്രസഭയുടെ പടിവാതിൽ വരെ എത്തിയ നയതന്ത്രജ്ഞൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക്, പ്രത്യേകിച്ചും യുവാക്കൾക്ക് തരൂർ ഒരു ഐക്യണാണ്. മറ്റ് നേതാക്കളിൽ നിന്നും തരൂരിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വീകാര്യതയാണ്. മത ജാതി സമവാക്യങ്ങൾക്ക് അതീതമായി അദ്ദേഹത്തിന് വോട്ടർമാരുമുണ്ട്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ നായർ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിൽ തരൂർ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല. കോൺഗ്രസ് കഴിഞ്ഞ തവണ തകർന്നടിഞ്ഞപ്പോഴും തരൂർ തന്റെ സീറ്റ് നിലനിർത്തിയത് ഈ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ്. ഇതുകൊണ്ടാണ് മമതാ ബാനർജിയും ശരത് പവാറും അദ്ദേഹത്തിന് പിന്നാലെ കൂടുന്നത്. BJPക്കെതിരെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാൻ പറ്റിയ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഒരുപോലെ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു ഇന്റർനാഷണൽ ഫേസ് തരൂരല്ലാതെ മറ്റാരാണുള്ളത്? തരൂർ എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടുമ്പോൾ നമ്മൾ കോൺഗ്രസിനുള്ളിലെ ചില അടിയൊഴുക്കുകൾ കാണാതെ പോകരുത്. പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതു മുതൽ കേരളത്തിലെ ഔദ്യോഗിക നേതൃത്വത്തിന് തരൂർ ഒരു കണ്ണിലെ കരടാണ്. AICC അംഗമായിട്ടും KPCCയിലെ പല നിർണായക തീരുമാനങ്ങളിലും തരൂരിനെ മാറ്റി നിർത്തി. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച തണുപ്പൻ പ്രതികരണം നമ്മൾ കണ്ടതാണ്. മുതിർന്ന നേതാക്കൾ ഇരിക്കുന്ന വേദിയിൽ തരൂരിന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന പരാതി അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് നല്ലതുപോലെയുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായി നേരിടുന്ന അവഗണനയാണ് തരൂരിനെ ഇതര വഴികളെ കുറിച്ച് ചിന്തിപ്പിക്കാനായി പ്രേരിപ്പിക്കുന്നത്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നതും. ഇത് ഹൈക്കമാൻഡിന് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. ഇപ്പോഴത്തെ ചർച്ചകളിലെ കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുബായ് ഓപ്പറേഷൻ ആണ്. എന്താണ് ഈ ഓപ്പറേഷന് പിന്നിൽ? ഇതിന് പിന്നിൽ കൃത്യമായൊരു തിരക്കഥയുണ്ട്. വടകരയിൽ KK ശൈലജയെ അട്ടിമറിച്ച ഷാഫി പറമ്പിലിനെ പിണറായിയുടെ കോട്ടയായ ധർമ്മടത്തിറക്കാൻ കോൺഗ്രസ് ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന പ്രശ്നം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ PV അൻവറിനെ പിന്തുണച്ച് മത്സരിപ്പിക്കാനാണ് UDFന്റെ നീക്കം. ഇത് പിണറായി കുടുംബത്തെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ രണ്ട് നീക്കങ്ങൾക്കും തിരിച്ചടി നൽകാൻ പിണറായി കണ്ടെത്തിയ വഴിയാണ്, അല്ലെങ്കിൽ ഒരു വജ്രായുധമാണ് ശശി തരൂർ. ദുബായിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു പ്രവാസി വ്യവസായി മുഖേന തരൂരുമായി ചർച്ചകൾ നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. തരൂർ ഇടതുപക്ഷത്തോട് സഹകരിക്കുകയാണെങ്കിൽ 15 സീറ്റുകൾ വരെ അദ്ദേഹം നിർദ്ദേശിക്കുന്നവർക്ക് നൽകാമെന്നും ഭാവിയിൽ മുഖ്യമന്ത്രി പദം വരെ ചർച്ചാ വിഷയമാക്കാമെന്നും വാഗ്ദാനം നൽകിയതായി പറയപ്പെടുന്നു. തരൂർ നേരിട്ട് CPMൽ ചേരുമെന്ന് ആരും കരുതുന്നില്ല. എന്നാൽ അവിടെയാണ് പിണറായിയുടെ രാഷ്ട്രീയ ബുദ്ധി പ്രവർത്തിക്കുന്നത്. ശരത് പവാറിന്റെ NCPയോ മമതയുടെ തൃണമൂലോ കേരളത്തിൽ സജീവമാവുകയും തരൂർ ആ പാർട്ടിയുടെ മുഖമായി മാറുകയും ചെയ്താൽ LDFന് അത് വലിയ മുതൽക്കൂട്ടാകും. ഇടതുപക്ഷവുമായി നേരിട്ട് പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുള്ള വോട്ടർമാരെ പോലും തരൂരിലൂടെ സ്വാധീനിക്കാൻ പിണറായിക്ക് സാധിക്കും. ഇത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കും. പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിലും തെക്കൻ കേരളത്തിലും UDFനെ തകർക്കാൻ തരൂർ എന്ന ഘടകത്തിന് സാധിക്കും. മമതാ ബാനർജിക്ക് കേരളത്തിൽ ഒരു ചുവടുറപ്പിക്കാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ലഭിക്കാനില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ബദലാകാൻ ശ്രമിക്കുന്ന തൃണമൂലിന് തരൂരിനെ പോലെ ഒരു നേതാവ് ലഭിക്കുന്നത് വലിയ കരുത്താകും. BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ തന്റെ വിലപേശൽ ശേഷി കൂട്ടാനായി മമതയ്ക്ക് ഇത് സഹായിക്കും. അതുപോലെ തന്നെയാണ് ശരത് പവാറിന്റെ നീക്കവും. കേരളത്തിൽ LDFനൊപ്പമാണ് NCP. തരൂർ NCPയിലേക്ക് വരികയാണെങ്കിൽ അത് കേരളത്തിലെ LDF സർക്കാരിന് പുതിയൊരു മുഖച്ഛായ നൽകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ആഗോള നിക്ഷേപകരെ ആകർഷിക്കാനും കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും
തരൂരിനെ ഉപയോഗിക്കാമെന്ന് പിണറായി കരുതുന്നു. തന്റെ ഏറ്റവും വലിയ ആസ്തികളിലൊന്ന് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് കോൺഗ്രസ് വൈകിയാണെങ്കിലും നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തരൂര് പോയാൽ അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പാർട്ടിക്കേറ്റ വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ തരൂരിനെ അനുനയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. പക്ഷേ തരൂർ ഇപ്പോൾ മനസ്സ് തുറക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ മൗനം UDF ക്യാമ്പുകളിൽ വലിയ ഭീതിയാണ് പടർത്തുന്നത്. തരൂർ എന്ത് തീരുമാനം എടുക്കുമെന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ $1 മില്യൺ ചോദ്യം. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്രയധികം നാടകീയമായ നീക്കങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുമില്ല. ഷാഫിയെയും അൻവറിനെയും ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ പൂട്ടാൻ നോക്കിയ കോൺഗ്രസിന് സ്വന്തം പാളയത്തിലെ വമ്പൻ സ്രാവിനെ തന്നെ നഷ്ടപ്പെടും. അതായത് പിണറായിയുടെ ദുബായ് പ്ലാൻ വിജയിച്ചാൽ കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപ്രകൃതി തന്നെ മാറും. ഇത് വെറും ഒരു സീറ്റ് ചർച്ചയല്ല, മറിച്ച് കേരളത്തിന്റെ വരാനിരിക്കുന്ന ദശകങ്ങളിലെ രാഷ്ട്രീയ ഗതി നിശ്ചയിക്കുന്ന നീക്കമാണ്. എന്തായാലും ഈ നീക്കങ്ങളെ വെറും ഒരു രാഷ്ട്രീയ ചർച്ചയായി കാണരുത്. ഏത് വിധേനയും ഭരണം നിലനിർത്താൻ പിണറായി വിജയൻ പയറ്റുന്ന അതിശക്തമായ ഒരു ഗൂഢതന്ത്രമാണിത്. ഭരണവിരുദ്ധ വികാരത്തെയും പ്രതിപക്ഷത്തിന്റെ ആഞ്ഞടിക്കലിനെയും പ്രതിരോധിക്കാൻ വികസന നായകൻ എന്ന പ്രതിച്ഛായയുള്ള തരൂരിനെ മുന്നിൽ നിർത്തുക വഴി തന്റെ ഭരണ പരാജയങ്ങളെ മറച്ചു പിടിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഷാഫി പറമ്പിലിനെ പോലെയുള്ള യുവ നേതാക്കൾ തന്റെ മണ്ഡലത്തിലേക്ക് കടന്നു കയറാനായി ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം കോൺഗ്രസിനെ തന്നെ വെട്ടിമുറിക്കുക എന്ന അപകടകരമായ കളിയാണ് പിണറായിയുടെ കളി. പിണറായിയുടെ ഈ ഓപ്പറേഷൻ വിജയിച്ചാൽ അത് UDFന്റെ അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ ഇവിടെ ഉയർന്ന വലിയൊരു ചോദ്യം മറ്റൊന്നാണ്. പിണറായി വിജയന്റെ ഈ വലയിൽ വീണാൽ ശശി തരൂർ എന്ന അന്താരാഷ്ട്ര ബ്രാൻഡിന് എന്ത് സംഭവിക്കും? സത്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ പോകുന്നത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും. ഇന്ന് ശശി തരൂരിന് ലഭിക്കുന്ന ആഗോള സ്വീകാര്യതയും ബഹുമാനവും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ലിബറൽ ജനാധിപത്യ മൂല്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ പിണറായിയുടെ ഏകാധിപത്യ സ്വഭാവമുള്ള രാഷ്ട്രീയ ശൈലിയുമായി തരൂർ ചേരുമ്പോൾ അദ്ദേഹം ഇത്രയും കാലം സമ്പാദിച്ച വിലയും നിലയും ഇല്ലാതാകാനാണ് സാധ്യതയുള്ളത്. CPMന്റെ കേഡർ രാഷ്ട്രീയത്തിനുള്ളിൽ ശശി തരൂരിനെ പോലെ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരന് എത്ര കാലം ശ്വാസം മുട്ടാതെ നിൽക്കാൻ കഴിയും? തന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ പിണറായിയുടെ ഭരണ പരാജയങ്ങൾക്ക് വെള്ളപൂശാൻ വിട്ടുകൊടുക്കുന്നത് തരൂരിനെ പോലെ ഒരു ദീർഘവീക്ഷണമുള്ള നേതാവിന് ചേർന്നതാണോ? ഇടതുപാളയത്തിൽ എത്തിയാൽ തരൂർ വെറും ഒരു വോട്ട് പിടുത്തക്കാരൻ മാത്രമായി ഒതുക്കപ്പെടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഇരുളിലാഴ്ത്താം. ഇതൊരു വമ്പൻ രാഷ്ട്രീയ പുനർക്രമീകരണത്തിന്റെ അഥവാ പൊളിറ്റിക്കൽ റീ അലൈൻമെന്റിന്റെ തുടക്കമാണ്. വരാനിരിക്കുന്ന മാസങ്ങളിൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങളായിരിക്കും തീർച്ചയായും സംഭവിക്കാൻ പോകുന്നത്. ശശി തരൂർ എന്ന ഘടകം UDFിൽ നിന്നും അടർന്നു മാറിയാൽ അത് കേവലം ഒരു വ്യക്തിയുടെ മാറ്റമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന നായർ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെയും നിഷ്പക്ഷ വോട്ടർമാരുടെയും വലിയൊരു വിഭാഗത്തിന്റെ പലായനമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നുമാണ്. ഷാഫി പറമ്പിലിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ പൂട്ടാൻ നോക്കിയ കോൺഗ്രസിന് സ്വന്തം വജ്രായുധം നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും ആകില്ല. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഡൽഹിയിലും തിരുവനന്തപുരത്തുമൊക്കെ നിർണായകമായ പല രഹസ്യ യോഗങ്ങളും നടക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. മമതാ ബാനർജിയുടെ കേരളത്തിലേക്കുള്ള പ്രവേശനവും അതിന് പിണറായി നൽകുന്ന നിശബ്ദ പിന്തുണയും കോൺഗ്രസിനെ കേരളത്തിൽ ഒറ്റപ്പെടുത്താനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. പ്രിയങ്ക ഗാന്ധിയെ ഉപയോഗിച്ച് തരൂരിനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് അവസാന അടവും പയറ്റും. പക്ഷേ ദുബായ് കേന്ദ്രീകരിച്ച് പിണറായി വിജയൻ ഒരുക്കിയ ആ സുവർണ കെണിയിൽ തരൂർ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ ഭൂകമ്പമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ തന്ത്രങ്ങളിൽ ആര് വീഴും ആര് വാഴുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും തരൂരിന്റെ ഈ ഒരു നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തരൂർ LDFിലേക്ക് പോകുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.